അക്യുപങ്ചറിസ്റ്റ് ആണ്. അതുകൊണ്ട് എനിക്കും ഇവനും മരുന്നിനോട് താല്പര്യമില്ല. അക്യുപങ്ചർ നമ്മൾ അല്ലെങ്കിൽ പട്ടി പൂച്ചയൊക്കെ പ്രസവിക്കുന്നുണ്ട്, അവരാരെങ്കിലും ആശുപത്രിയിൽ പോകുന്നുണ്ടോ, ഡോക്ടർ നോക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പ്രസവം എന്നുള്ളത് പണ്ട് കാലത്ത് ആരെങ്കിലും ഡോക്ടർമാരുണ്ടായിരുന്നോ? വീട്ടിലിരുന്നില്ലേ പ്രസവം? തികച്ചും നാച്ചുറലായിട്ടുള്ള, തികച്ചും പ്രകൃതിദത്തമായ ഒരു സാധനത്തിന് എന്തിനാണ് ഇങ്ങനെ രോഗമാക്കുന്നത് എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ ആധുനിക വൈദ്യത്തിനെതിരെയും സ്കാനിംഗ് അടക്കമുള്ള ആധുനിക നേട്ടങ്ങൾക്കെതിരെയും ഇസ്ലാമിക് അക്യുപങ്ചർ ചികിത്സകരുടെ നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. നമസ്കാരം. വീട്ടിലെ പ്രസവം കോഴിക്കോട് കോട്ടൂളി എന്ന് പറയുന്ന സ്ഥലത്ത് വീട്ടിലെ പ്രസവം നടത്തിയ ഒരു ദമ്പതികൾ വന്നിട്ട് തന്റെ വീട്ടിൽ പ്രസവിച്ച കുട്ടിക്ക് എന്ത് ചെയ്തു, ജനന സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല. അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ത് ചെയ്തു, ഈ പറയുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? അതായത് അതില് ഈ പറയുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ പറയുന്ന മറ്റൊന്നുമല്ല, അവർക്ക് അതിനായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള രേഖകളും കാര്യങ്ങളൊന്നും ഇല്ല എന്നുകൊണ്ട്. അപ്പൊ ഇവർ പറയുന്നു, ഇതിനപ്പുറം എനിക്ക് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ പോകാൻ ഇഷ്ടമല്ല, അവിടെയുള്ള മരുന്നുകളോടൊന്നും എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ രണ്ടുപേരും അക്യുപഞ്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുമായിട്ട് ഈ പറയുന്ന ചികിത്സയോ അല്ലെങ്കിൽ ഈ പറയുന്ന മരുന്നുകളുമായിട്ട് നമുക്ക് ഒരു താല്പര്യമില്ല, നമുക്കൊരു വിശ്വാസവുമില്ല ഈ മരുന്നുകളോട്. അതുകൊണ്ട് തന്നെ അവരിന്ന് വീട്ടിൽ പ്രസവം എടുത്തു. അതിനുശേഷം ഇവിടെ ഈ പറയുന്ന ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നപ്പോൾ അവര് രേഖകളില്ല എന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിട്ടു. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ പെട്ടെന്ന് ഒരാളെ പ്രസവിച്ചുകൊണ്ട് വന്നിട്ട് ഇതാ ഞാൻ പെറ്റു, എനിക്കിതിന് ഈ പറഞ്ഞതുപോലെ എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് വെച്ചാൽ അവർക്ക് വേണം. നിങ്ങൾ ഇവിടെ വന്ന് എന്നെ പ്രസവിച്ചത് മറ്റാരെങ്കിലും കുട്ടികളാണോ, വേറെ എവിടെന്നെങ്കിലും കൊണ്ടുവന്നതാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് പ്രസവിച്ചാൽ അവർക്ക് രേഖകൾ വേണം. അപ്പൊ അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താണ്, ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവരുടെ ഒരു മൗലിക അവകാശമാണ് അല്ലേ. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൊച്ചിന് ഇത് കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കാം. എന്തായാലും ഈ പറയുന്ന എന്താണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും കിട്ടൂടെ. അപ്പൊ ഓക്കെ. ഇനി ഈ വാർത്ത കേൾക്കാത്തവര് ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, എന്തുകൊണ്ട് ഇവർ വീട്ടിൽ പ്രസവിച്ചു, ഇതൊരു ഈ പറയുന്ന പോലെ ഒരു എല്ലാവർക്കും ഒരു ഹോബി ആയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയൊരു മാറ്റമായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടോ, ഒരു ട്രെൻഡായിട്ട് ഇത് മാറുന്നുണ്ടോ എന്ന് പറയുന്ന 1-2 ക്ലിപ്പിംഗ് ഞാൻ അവിടെ വെക്കുന്നുണ്ട്. ഇനി വീട്ടിലെ പ്രസവം ശരിയാണോ, അതിനെ കുറിച്ച് ഒരു ഡോക്ടർ പറയുന്ന ക്ലിപ്പിംഗ് വെച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കണം. അപ്പൊ ആദ്യം ഈ ദമ്പതികൾ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ആദ്യം കേൾക്കാം. ഓക്കെ. 28-ാം തീയതി ഡേറ്റ് എന്ന് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് അഡ്മിറ്റ് ചെയ്ത് തന്നെ പെയിനും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം അത് മരുന്ന് വെച്ചിട്ടായിരിക്കും ചെയ്യുക. അത് എനിക്കും താല്പര്യമില്ല, അവർക്കും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്ത് അത് ഒഴിവാക്കിയിട്ട് വേദന വരുമ്പോൾ പോവാം എന്നുള്ള ഒരു ഇതിലേക്കാണ് നിന്നത്. കാരണം 28 പോയില്ല, ഇല്ല അഡ്മിറ്റ് ആവേണ്ടി ആശുപത്രി പോയില്ല, ഡേറ്റിന് പോയില്ല, വീട്ടിൽ തന്നെ തുടർന്നു. വീട്ടിൽ നിന്ന് വേദന വന്നിട്ട് പോവാം എന്നുള്ള ഇതിൽ നിന്നു. പിന്നെ ഒരു 2-ാം തീയതി രാവിലെ ആയപ്പം പെട്ടെന്ന് വേദന വരലും പ്രസവിക്കലും കഴിഞ്ഞു. കാരണം ഇവർക്ക് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോലും പറ്റാത്ത സ്റ്റെക്കായി പോയി അവിടെ. അതായത് ജസ്റ്റ് ഒന്ന് കുമ്പിട്ട് അങ്ങനെ തന്നെ നിന്നുപോയി. നമ്മൾ മുകളിലത്തെ റൂമിൽ നമ്മളെ താമസം നിൽക്കുന്നത്, ഇപ്പം ഇറങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ടായപ്പോൾ പിന്നെ അവിടെ തന്നെ നിന്നു പ്രസവിക്കുകയും ചെയ്തു. പ്രസവിച്ച് കഴിഞ്ഞ് കുട്ടി പുറത്ത് വന്നതിന് ശേഷമാണ് ഈ പൊക്കിൾക്കൊടി കട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ നടന്നത്. ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാൻ പ്രസവം കഴിഞ്ഞതിന് ശേഷം പുറത്തു പോയി ബ്ലേഡ് കാര്യങ്ങൾ വാങ്ങിച്ചു വന്നു. എന്നിട്ട് കട്ട് ചെയ്തിട്ടാണ്, അല്ല സാധാ നോർമൽ ബ്ലേഡ് ആണ് വെച്ച് കട്ട് ചെയ്തത്. ഓക്കെ. പ്രസവം എന്ത് ചെയ്തു, 28-ാം തീയതി ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ഇവര് പറഞ്ഞു 28-ാം തീയതി അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. നമ്മൾ പോയില്ല, അത് പ്രസവ വേദന വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ചു, കാരണം അല്ലെങ്കിൽ ഇവരെന്തോ മരുന്ന് വെച്ചാണ് ഈ പ്രസവ വേദന വരുത്തുന്നത് അവർ പറഞ്ഞു. അതിലോട് നമുക്ക് താല്പര്യമില്ല, അതുകൊണ്ട് നമ്മൾ പോയില്ല. പിന്നെ 2-ാം തീയതി വേദന വന്നു, ഇവർ സ്റ്റക്കായി നിന്നു. അതിനുശേഷം ഇവൻ തന്നെ എന്ത് ചെയ്തു, പുറത്തു പോയിട്ട് എന്തോ ബ്ലൈഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന് പൊക്കിൾ കൂടി കട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി ഈ ഇവരുടെ വൈഫ് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ട്, അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണേ. അക്യുപങ്ചറിസ്റ്റ് ആണ്. അതുകൊണ്ട് എനിക്കും ഇവനും മരുന്നിനോട് താല്പര്യമില്ല. അക്യുപങ്ചർ പഠിച്ചിട്ടുണ്ട് ഞാന്. മരുന്നിനോട് താല്പര്യമില്ല? ഇല്ല, മരുന്ന് കഴിക്കാറില്ല. 4 years ആയി മരുന്നൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. അക്യുപങ്ചർ പഠിച്ചു, അതുകൊണ്ട് ഒരു ഡെലിവറി കൈകാര്യം ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു കോൺഫിഡന്റ് ഇല്ലായിരുന്നു. സാഹചര്യം വന്നു, അതങ്ങനെ ചെയ്തു പോയി. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ വൈഫ് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും അക്യുപഞ്ചർ പഠിച്ചിട്ടുണ്ട്, അക്യുപഞ്ചറിസ്റ്റ് ആണ് ഇവർ രണ്ടുപേരും. ഇവരിത് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ പോവാത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ അക്യുപഞ്ചർ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ മരുന്നിനുമായിട്ട് ഒരു വിശ്വാസമില്ല, മരുന്നിന് നമുക്ക് താല്പര്യമില്ല, കൊടുക്കാൻ താല്പര്യമില്ല. ഇനി ഇവർക്ക് ഈ ചിന്ത എങ്ങനെ വന്നു എന്നുള്ളതാണ് അല്ലെ. ഈ അക്യുപഞ്ചർ പഠിച്ചവർക്ക് എങ്ങനെ ഈ ഒരു ചിന്ത വന്നു, അക്യുപഞ്ചർ പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പ്രസവം എടുക്കാം
എന്നൊരു ചിന്ത വന്നു. ഞാനിങ്ങനെ കുറെ സ്ക്രോൾ ചെയ്തപ്പോഴേ പണ്ട് ഒരു കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു വാർത്ത ഈ അക്യൂപഞ്ചറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ചെറിയ ഭാഗം കൂടി വയ്ക്കാം, അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആധുനിക വൈദ്യത്തിനെതിരെയും സ്കാനിംഗ് അടക്കമുള്ള ആധുനിക നേട്ടങ്ങൾക്കെതിരെയും ഇസ്ലാമിക് അക്യുപങ്ചർ ചികിത്സകരുടെ നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. നമ്മുടെ ശരീരത്തിന് സ്വയം ശുദ്ധീകരണ സംവിധാനമുണ്ട്, രാസമരുന്നുകൾ നൽകി അത് തടയരുത് എന്നാണ് ഇവരുടെ വാദം. പ്രസവത്തിനായി സ്ത്രീകൾ ലേബർ റൂം വിട്ട് വീട്ടകങ്ങളിലേക്ക് എന്നാണ് ഇവരുടെ ക്യാമ്പയിൻ്റെ തലക്കെട്ട്. ചില ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സിസേറിയൻ മാഫിയ നിലനിൽക്കുന്നുവെന്നും അവർ പ്രചരിപ്പിക്കുന്നു. ഈ അശാസ്ത്രീയ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തതാവട്ടെ ഹിറ ഹരീറ എന്ന ഇസ്ലാമിക് അക്യുപങ്ചർ ഡോക്ടറുടെ സ്വന്തം വീട്ടിൽ പ്രസവിച്ച അനുഭവമാണ്. ഇതിൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ കുറെ സംഭവം കൂടി ഉണ്ട്. ഇവരെങ്ങനെയാണ് പ്രസവിച്ചത്, ആദ്യം കാലാണ് പുറത്തു വന്നതെന്ന് പറഞ്ഞ കുറച്ചൊരു വാർത്തയാണ്. ഹിറ ഹറീറ എന്ന് പറയുന്ന ഒരു അക്യുപഞ്ചറിസ്റ്റ് അവരാണ് ഈ പറയുന്ന ഒരു പോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇസ്ലാമിക് അക്യുപഞ്ചർ എന്നാണ് ഇവരത് പറയുന്നത്. അതായത് ഇവരുടെ മതപരമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ തന്നെ അവരാണ് ഇത് ഈ ഒരു പ്രചരണം. ഇപ്പോഴൊന്നും അല്ല, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വാർത്തയാണ്. ഇപ്പം ഇവരും അക്യുപഞ്ചർ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ ഒരു വാർത്ത സ്ട്രൈക്ക് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത ഇവിടെ കൊടുത്തത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് മതപരവുമായി ബന്ധപ്പെട്ട് ഇതിന് കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഈ ഒരു വാർത്തയും കൂടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. രണ്ടുപേരും അക്യുപഞ്ചറിസ്റ്റ് ആണ്, മനസ്സിലായോ? ഈ ഒരു സംഭവം പണ്ട് നല്ല വിവാദമായ ഒരു സാധനമാണ്. അപ്പൊ ഞാനിത് കുറെ കണക്കും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പിന്നെ ഇതുപോലുള്ള വീട്ടിലെ പ്രശ്നം നടക്കുന്ന മലപ്പുറത്താണെന്ന് പറയുന്നുണ്ട്, മനസ്സിലായോ? മലപ്പുറം പിന്നെ അങ്ങനെ ഇപ്പം എന്റെ വീടിനടുത്ത് തന്നെ ഈ ഇടയ്ക്ക് ഒരു കൊല്ലം ആവത്തുള്ളൂ ഇടയ്ക്ക് വെച്ച് ഇതുപോലെ വീട്ടിൽ പ്രസവിച്ച അതും വീട്ടിൽ പ്രസവിച്ച് ഉമ്മയും കൊച്ചും മരിച്ചുപോയ ഒരു സംഭവം. ഈ പറയുന്ന ബ്ലീഡിങ് കൂടി എന്ത് ചെയ്തു, ഉമ്മയും ഇവർ മരിച്ചുപോയ ഒരു സംഭവമുണ്ട്. ഇതിനു മുമ്പ് ഇടയ്ക്ക് വെച്ച് മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഈ മറയൻ പൂ എന്ന് പറയുന്ന ഒരു സംഭവം. പണ്ട് അത് ഈ ഗൾഫിൽ നിന്ന് എന്തോ ഒരു പൂ എന്ന് പറയുന്ന സാധനം, മറയൻ പൂ എന്ന് പറയുന്ന സാധനം കൊണ്ടുവരും. അത് വെള്ളത്തിനകത്ത് ഇട്ട് ഇവർ ഈ പ്രസവിക്കാൻ കിടക്കുന്നവരുടെ കട്ടിലിന്റെ അടിയിൽ കൊണ്ട് വെക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയും ഞാൻ കണ്ടായിരുന്നു. അത് ഈ പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ അതിന് സുഗന്ധം വന്നു കഴിഞ്ഞാൽ സുഖപ്രസവം അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ അന്ധവിശ്വാസങ്ങളും കാര്യം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസുകൾ കിടക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഈ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും തോന്നുവാണല്ലോ, ഈ പറഞ്ഞ വീട്ടിൽ പ്രസവിച്ച എന്താ പണ്ടുള്ള കാലങ്ങളില് പണ്ട് ഈ പറയുന്ന ഹോസ്പിറ്റലും മറ്റൊന്നും മറിച്ചതും ഒന്നുമില്ല. അത് പറയാം, എല്ലാവരും വീട്ടിൽ ഈ പറയുന്ന ഈ മൃഗങ്ങൾ പ്രസവിക്കും പോലെ മൃഗങ്ങൾ പ്രത്യുൽപാദനം നടത്തുമ്പോൾ തന്നെയാണ് മനുഷ്യർ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ എന്തിനാ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്നൊരു ചിന്ത നമുക്ക് വരാം. പക്ഷെ അതിന്റെ കണക്കുകൾ പറയുന്നുണ്ട്, പണ്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ പുറത്ത് ഹോസ്പിറ്റലൊന്നും പോകാതെ പ്രസവിക്കുന്നു എന്ന് കേട്ടു. പക്ഷെ അതിന്റെ മരണനിരക്കും കൂടി നിങ്ങൾ അറിയണം. മരണനിരക്ക് ഒരു ഡോക്ടർ പറയുന്നുണ്ട്. അതായത് 1,00,000 പേര് പ്രസവിച്ചു, ഏതാണ്ട് 900 എത്രയോ പേര് അന്ന് 500 എത്രയോ പേര് മരിച്ചായിരുന്നു. അതായത് വീട്ടിലെ പ്രസവം കൊണ്ട്, അതായത് ഡോക്ടറുടെ സഹായം ഇല്ലാതെ. അത് പിന്നെ ഇതിലോട്ട് മാറുമ്പോഴേ ഏതാണ്ട് 90 പേര് മാത്രമേ മരണപ്പെടുന്നുള്ളൂ. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ മരണനിരക്ക് കുറയുന്നു. ഈ പറയുന്ന പ്രസവവുമായി ബന്ധപ്പെട്ട് ഡെലിവറിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജ് ഒരു നിമിഷം മതി പെട്ടെന്ന് മരിച്ചു. അപ്പൊ ഇതിനൊക്കെ ഒരു മറുപടിയായിട്ട് ഒരു ഡോക്ടർ പറയുന്നുണ്ട്. ആ ഒരു മറുപടി കൂടി നിങ്ങൾ കേൾക്കുക, അതിനുശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം. ഡോക്ടറെ, ഇപ്പം സാധാരണ നമ്മുടെ നാട്ടിലേക്ക് കാണുന്ന ഒരു വാദമാണ് ഈ പ്രസവം വീട്ടിൽ മതി. അതോടൊപ്പം തന്നെ ഈ പ്രസവാന്തരം ഇവർക്ക് കൊടുക്കുന്ന ഈ ആയുർവേദ ഈ കുഴമ്പ് ലേഹ്യങ്ങൾ ഇതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കാണുന്ന സാധനമാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പം നമുക്കത് ഇവിടെ നമ്മുടെ ശാസ്ത്ര പ്രചരണത്തിൽ കിട്ടിയതാണ് ഇത് കരൾ രോഗത്തിന് കാരണമാകുന്നുണ്ടെന്നുള്ളൊരു വാദവും ചില ശാസ്ത്ര പ്രസിദ്ധീകരണത്തിൽ വായിക്കുകയുണ്ടായി. എന്താണ് ഇതിൻ്റെ ഘടകം? ശരിയാണ്. പ്രസവം നമ്മളെ അല്ലെങ്കിൽ പട്ടിയും പൂച്ചയൊക്കെ പ്രസവിക്കുന്നുണ്ട്. ആരെങ്കിലും ആശുപത്രിയിൽ പോകുന്നുണ്ടോ? ഡോക്ടർ നോക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പ്രസവം എന്നുള്ളത് പണ്ട് കാലത്ത് ആരെങ്കിലും ഡോക്ടർമാരുണ്ടായിരുന്നോ? വീട്ടിലിരുന്നില്ലേ പ്രസവം? തികച്ചും നാച്ചുറലായിട്ടുള്ള, തികച്ചും പ്രകൃതിദത്തമായ ഒരു സാധനത്തിന് എന്തിനാണ് ഇങ്ങനൊരു രോഗമാക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വന്നാൽ അതിൽ തെറ്റില്ല. പക്ഷേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകളിലേക്കൊന്ന് വരണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു കണക്കുണ്ട്. എന്താണ്? 1990, അതായത് 30 വർഷങ്ങൾക്ക് മുമ്പുള്ള 1,00,000 പ്രസവത്തിൽ 557 പ്രസവം നടന്നിരുന്നു. ഇന്ന് അത് വെറും 97 കുറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഒരു പ്രസവത്തിൽ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ്. 3 കാരണങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. 1, പ്രസവത്തെ തുടർന്നുള്ള ബ്ലീഡിങ്. 2, പ്രസവത്തെ തുടർന്നുള്ള ഇൻഫെക്ഷൻ, അണുബാധ. 3, ഗർഭസമയത്തുള്ള അമിത രക്തസ്രാവം. ഇതാണ് 99% മരണകാരണങ്ങൾ. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളും വളരെ ഫലപ്രദമായിട്ട് നമുക്ക് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ നല്ലൊരളവ് ആൾക്കാരെയും നമുക്ക് അതിലേക്ക് ഇടപെട്ടുകൊണ്ട് രക്ഷിക്കാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ് ഇത് 3.
അപ്പോൾ ഇതിന് ഡോക്ടറുടെയും ആശുപത്രിയുടെയും സഹായം വേണം. ഇത് പറയുമ്പോൾ അവർ വീട്ടിൽ പ്രസവിച്ചൊരു സ്ത്രീയായിട്ട് വളരെ ഒരു 3-4 പേജുള്ള കളർ പ്രിൻറ്റും അവരെ പല രീതിയിലുള്ള ഫോട്ടോസ് എല്ലാം ഉണ്ട്. അതിൽ പറഞ്ഞത് വീട്ടിൽ മതി പ്രസവം, അതിൽ ഞാൻ വളരെ സേഫാണ്, എല്ലാം ഉണ്ട്, എൻ്റെ ഭർത്താവ് തന്നെയാണ് അസിസ്റ്റ് ചെയ്ത് എല്ലാം പറഞ്ഞു. നല്ല ലേഖനം. അത് കേട്ടിട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ ആർക്കും വീട്ടിൽ പ്രസവിച്ചാൽ തോന്നിപ്പോവും. 3 വർഷത്തിന് ശേഷം അടുത്ത പ്രസവം വന്നു. അതും വീട്ടിൽ തന്നെ. ബ്ലീഡിങ് വന്നു, അവർ മരിച്ചു. ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചു. ഞാൻ ആ വാരിക നോക്കി, അവരുടെ പത്രം നോക്കി, ഒരു വരി പോലും എവിടെയും കണ്ടില്ല. അപ്പം നമുക്ക് ഇവരുടെ ജീവന് വിലയില്ലേ? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവരുടെ ജീവന് വിലയില്ലേ എന്നുള്ളതാണ്. അതായത് ഈ പുള്ളി പറയുന്നത് ഈ പറയുന്ന നമ്മൾ പ്രസവാനന്തരം അല്ലെ പ്രസവിക്കാൻ സമയത്ത് നമുക്ക് നേരിടുന്ന 3 മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. അത് ബ്ലീഡിങ്, ഈ പറഞ്ഞുള്ളത് അണുബാധ, അങ്ങനെയുള്ള കുറെ കാര്യം. ഇതൊക്കെ എപ്പോഴും എല്ലാവർക്കും വരണമെന്നില്ല. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടറുടെ സഹായം ഇല്ലെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും എന്നുള്ളത്. അതുപോലെ ഏതോ ഒരു വാരികയിൽ ഈ പറഞ്ഞ ഈ പ്രസവം വീട്ടിൽ പ്രസവിച്ചേച്ച ആരോ ഒരു ദമ്പതികളുടെ വാർത്ത ഉണ്ടായിരുന്നു. അവർ വലിയ കൊട്ടിഘോഷിച്ച് എനിക്ക് വളരെ സുഖമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ എന്തിനുള്ള ഹോസ്പിറ്റലിൽ പോകണം, അങ്ങനെ ഈ പറയുന്ന വീട്ടിലെ പ്രസവത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, പിന്നെ അത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഇരുന്ന് പ്രസവിച്ചാൽ തോന്നും എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം 3 വർഷം കഴിഞ്ഞ് അവർ വീണ്ടും പ്രസവിച്ചാലും വീട്ടിൽ തന്നെയായിരുന്നു. പക്ഷേ ആ പ്രസവത്തിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു, അവർ മരിച്ചുപോയി എന്നുള്ളത്. അവർ പക്ഷേ ഈ വാരികയിൽ തന്നെ ഈ മരിച്ച വിവരങ്ങളൊന്നും എന്ത് ചെയ്തു വാരികയിൽ വന്നില്ല എന്ന് പറഞ്ഞൊരു ഡോക്ടർ പറയുന്നു. അപ്പൊ എനിക്കും പറയാനുള്ളത്, ഇപ്പൊ ഇവിടുത്തെ ഒരു കേസ്, കോഴിക്കോട് നടന്ന ഒരു കേസ് ഇവരാണെങ്കിൽ അതിനുശേഷം പ്രസവത്തിന് ശേഷം ആ കുട്ടിക്ക് പ്രതിരോധ മരുന്ന് വരെ കൊടുക്കാൻ അവർ വിസമ്മതിക്കുകയാണ്. മനസ്സിലായി? പ്രതിരോധ മരുന്ന് കൊടുക്കാൻ അതിനൊന്നും നമുക്ക് താല്പര്യമില്ല, അവരൊന്നും എനിക്കൊരു വിശ്വാസമില്ല എന്നുള്ളത്. പുള്ളി അവരൊന്നും കൊടുക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോ ഇവർ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആ കൊച്ചിന്റെ മൗലിക അവകാശം എന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലുള്ള ഇതിന് പ്രതിരോധ മരുന്നുകൾ കൊടുക്കുന്നത് ഈ പറയുന്ന കുട്ടികളുടെ മൗലികാവകാശമാണ്. അപ്പൊ കുട്ടികളുടെ മൗലികാവകാശങ്ങൾ അമ്മയായാലും ഇതുപോലെ എന്ത് ചെയ്തു തടഞ്ഞു വയ്ക്കുന്നത് അതൊരു കുറ്റകരം തന്നെയാണ്. അവർക്കെതിരായിട്ട് കേസൊക്കെ വരും. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയുള്ള തുള്ളി മരുന്ന് ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിലേക്ക് നിങ്ങൾ പോകരുത് എന്നുള്ളതാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. ഇതൊക്കെ നമ്മൾ നമുക്കറിയാം. നമുക്കിപ്പം ഒരു 10 പേര് വീട്ടിൽ പ്രസവിക്കുമ്പോൾ ചിലപ്പോൾ അറിഞ്ഞില്ലേ, എല്ലാവരും ഈ പറയുന്ന മൃഗങ്ങളെ നമ്മളൊക്കെ പണ്ട് ഡോക്ടറൊന്നും ഇല്ലാതെ തന്നെയൊക്കെ ആയിരുന്നു പ്രസവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് എപ്പോഴാണ് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ്. പക്ഷെ അങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മരണനിരക്ക് കൂടുതലായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. 10 പേര് പ്രസവിക്കുമ്പോൾ അവിടെ എന്തിനാ 2-3 പേര് മരിക്കുന്നു, അത് നമ്മൾ അറിയുന്നില്ല. 7 പേര് പ്രസവിക്കുന്നു, ബാക്കി 3 പേര് മരിച്ചു പോകുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. അത് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അതിന്റെ മരണനിരക്ക് പെർസെന്റേജ് കുറയുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിൽ അല്ല വീട്ടിൽ പ്രസവിക്കുന്നുള്ള പ്രശ്നമല്ല, ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുമോ ഇല്ലേന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനൊന്നും പറ്റത്തില്ല. മനസ്സിലായി? എപ്പോഴാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത്, എപ്പോഴാണ് ആ ബ്ലീഡിങ് വന്നതിന് ശേഷം അണുബാധ ഉണ്ടാകുന്നത് എന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക്കും കാര്യങ്ങളൊന്നും എടുക്കുന്നത്. ഇനിയിപ്പം ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവർ പൈസ ലക്ഷങ്ങൾ വാങ്ങുന്നൊന്നും അത്ര പേര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ വലിയ പൈസയും കാര്യങ്ങളൊന്നും ആവത്തില്ലല്ലോ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക് എപ്പോഴും ഒരു പ്രിക്കോഷൻ വേണം. നമ്മുടെ ജീവൻ, നമുക്ക് വരാൻ പോകുന്ന ജീവനെ വെച്ച് കളിക്കാനുള്ളതല്ല ഇതൊന്നും എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.